എല്ലാ കോട്ടക്കൊത്തളങ്ങളും പുരാവസ്തുകാവും. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും. എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും. ഉറക്കച്ചടവില്ലാത്ത എൻ്റെ കുട്ടികൾ ഇവയെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. കവി കടമ്മനിട്ടയുടെ വരികളാണ് സർ. സർ, ഏതു തരംഗം വന്നാലും ഇടതുപക്ഷം തോൽക്കാത്ത 55-ലധികം നിയമസഭാ മണ്ഡലങ്ങൾ 2008-ലെ ഡീലിമിറ്റേഷനു ശേഷം ഉണ്ടായി എന്ന വീരവാദം ഇടതുപക്ഷത്തു നിന്നും കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് നാം കേട്ടിരുന്നു. LDFന് ഭരണം ലഭിക്കാൻ 55 കോട്ടകളോടൊപ്പം കേവലം 16 സീറ്റുകൾ മാത്രം ജയിച്ചാൽ മതി എന്നായിരുന്നു അവരുടെ അഭിപ്രായം. എന്നാൽ ഇന്ന് LDFന്റെ എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തു ആയിരിക്കുകയാണ് സർ. കോട്ടകൾ നെടുകെ പിളർന്നു. അതിനുള്ളിലേക്ക് വികസനത്തിന്റെ വായുവും വെളിച്ചവും എത്തി. തകർന്ന് തരിപ്പണമായ അത്തരമൊരു കോട്ടയിൽ നിന്നാണ് സർ ഞാൻ ഈ നിയമസഭയിലെത്തിയത്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലേക്ക് UDF നേതാക്കൾ സ്ഥാനാർത്ഥിയായി എന്നെ പറഞ്ഞയച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഒരു കുട്ടിക്കളിയല്ല എന്നുള്ളതായിരുന്നു. എതിരാളികളെ കുട്ടിയായി ചിത്രീകരിച്ച് പുച്ഛിച്ചും പരിഹസിച്ചും ധാർഷ്ട്യം കാട്ടുന്ന CPM പതിവ് ശൈലി തന്നെയാണ് സർ പേരാമ്പ്രയിലും കണ്ടത്. ഈ പ്രയോഗം അവിടെയും നിന്നില്ല. കൗമിലെ കുട്ടി എന്ന വർഗീയ അനൗൺസ്മെന്റുമായി അവർ വീണ്ടും ഇറങ്ങി. ഒരു കാര്യം പറയാതെ നിവൃത്തിയില്ല സർ. നിതിൻ ഗഡ്കരി പെട്രോളിൽ എത്തനോൾ എങ്ങനെയാണോ കലർത്തുന്നത് അതുപോലെയാണ് ഇന്ന് CPM കമ്മ്യൂണിസത്തിൽ വർഗീയത പകർത്തുന്നത്. ഉത്തരേന്ത്യയിൽ BJP എടുക്കുന്ന അപകടകരമായിട്ടുള്ള വർഗീയ പ്രചരണം അവർ കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ വടകരയിലും കൗമിലെ കുട്ടി എന്ന അനൗൺസ്മെന്റിലൂടെ പേരാമ്പ്രയിലും പുറത്തെടുത്തു. വർഗീയപരമായി ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട്. അവിടുത്തെ അമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇനിയും ഗതാഗത സൗകര്യം പോലും എത്തിയിട്ടില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. വർഗീയത തള്ളിക്കളഞ്ഞ പേരാമ്പ്രയിലെ നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരുടെ എല്ലാം പ്രതിനിധിയാവാൻ എനിക്ക് ഈ സർക്കാരിനോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്.